ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷനാവും. ലഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സ്പെഷ്യൽ വെറൈറ്റിയാണ് കേട്ടോ. വേറൊന്നല്ലല്ലോ, പൊതിച്ചോറ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് പെട്ടെന്ന് പൊതിച്ചോറിൻ്റെ റീൽസൊക്കെ കണ്ടു. അപ്പോൾ പെട്ടെന്ന് കൊതി കയറിയിട്ട് ഇന്നൊരു പൊതിച്ചോറ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഇന്നപ്പോൾ ആരും വീട്ടിലും ഇല്ല, ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്കുള്ളത് സെറ്റ് ചെയ്താൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പൊതിച്ചോറ് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. വീട്ടിലാരും ഇല്ലയെന്ന് പറയാൻ കാരണമുണ്ട്. മേമ ഇത്ര ദിവസം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മേമ പോയേക്കാണ്. അപ്പോൾ അത് കാരണം മേമയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയേക്കാണ്. അപ്പോൾ ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടർക്ക് സെറ്റ് ചെയ്യാം. വാ, ആദ്യമായിട്ട് ഞാൻ ഒരു പയറ് മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. പയറ് മെഴുക്കുവരട്ടി ഞാനിങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് ഇച്ചിരി ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ബീട്രൂട്ട് അച്ചാറുണ്ടാക്കി, പിന്നെ ഒരു ചുട്ടരച്ച തേങ്ങയുടെ ചമ്മന്തി ഉണ്ടാക്കി, ഒരു മുട്ട പൊരിച്ചു. അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ ഉള്ളൂ. വലിയ പൊതിച്ചോറൊന്നുമല്ല. ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്നൊരാഗ്രഹം തോന്നി ഉണ്ടാക്കിയതാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഞാൻ അത്രയ്ക്ക് പൊതിച്ചോറ് കഴിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ BSc നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്ന സമയം എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ പൊതിച്ചോറ് ഉണ്ടാക്കി തരും. ആ സമയം പൊതിച്ചോറൊക്കെ ഇഷ്ടത്തിന് കറികളൊക്കെ വെച്ചിട്ട് നല്ല രീതിക്കായിരിക്കും. അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ അത്രയ്ക്കൊന്നും വരില്ല, ഞാനുണ്ടാക്കിയ പൊതിച്ചോറല്ലേ, അപ്പോൾ അത്രയ്ക്കൊന്നും വരില്ല. ജസ്റ്റ് നമ്മൾ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതാണ് എൻ്റെ പൊതിച്ചോറിനകത്ത സാധനങ്ങൾ. ഒരു പയറ് മെഴുക്കുവരട്ടി, മുട്ട പൊരിച്ചത്, ചമ്മന്തി, പിന്നെ ഞാൻ കുറച്ച് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത്, പിന്നെ ബീട്രൂട്ട് അച്ചാർ, പിന്നെ നാരങ്ങ അച്ചാർ. അത്രേ ഉള്ളൂ. അങ്ങനെ പൊതി കെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അടിയിൽ വെച്ചിരുന്ന പേപ്പർ അടക്കം അങ്ങോട്ട് കീറിപ്പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പൊതി കെട്ടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രാജഡി സംഭവിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരു പേപ്പറൂടെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. കലണ്ടർ പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ വെച്ചിട്ട്, എനിക്കങ്ങനെ റബ്ബർ ബാൻഡോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഇവിടെ വീട്ടിൽ കഴിക്കുന്നതല്ലേ. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങനെ വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടാവും. 1:30 ആയപ്പം പൊതിഞ്ഞിട്ട് ഒരു 2:30 ആയപ്പോൾ ഞാനെടുത്ത് കഴിച്ചു.